ആരാണ് മമ്മൂട്ടി? അറിയാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല. എന്നാൽ നമ്മൾ കാണുന്നതിനപ്പുറം കാണാത്തൊരു മമ്മൂട്ടിയുണ്ട്. അതാണ് യഥാർത്ഥ മമ്മൂട്ടി എന്ന് പറഞ്ഞാലും അതിശയോക്തിയില്ല. മമ്മൂട്ടി ഒരിക്കൽ പറഞ്ഞ വാചകത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് എല്ലാമുണ്ട്. മോഹൻലാൽ അടക്കം പലരും ഇൻബോൺ ആക്ടേഴ്സാണ്. ഞാനൊരു ആഗ്രഹ നടനാണ്. സിനിമയിൽ അഭിനയിക്കണമെന്ന തീവ്രമായ ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രം നടനായി മാറിയ ഒരാൾ. അങ്ങനെ ഒരാൾക്ക് ഇത്രയും ഉയരങ്ങൾ താണ്ടാൻ കഴിയുമോ? കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് മമ്മൂട്ടി. സ്വന്തം പ്രതിഭ നിരന്തരമായി സ്വയം ഉരച്ച് പരുവപ്പെടുത്തുന്ന നടനാണ് മമ്മൂട്ടി. വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രങ്ങൾക്കായി കൊതിയോടെ കാത്തിരിക്കുന്ന മനസ്സ്. സിനിമയ്ക്ക് നമ്മളെ ആവശ്യമില്ല, നമുക്കാണ് സിനിമ ആവശ്യമായിട്ടുള്ളത് എന്ന് തുറന്നു പറയാനുള്ള സത്യസന്ധതയും അദ്ദേഹത്തിനുണ്ട്. ഇന്നും കഴിവ് തെളിയിച്ച ഒരു പുതുമുഖ സംവിധായകനോട് അടുത്ത പടത്തിൽ നമുക്ക് റോളൊന്നുമില്ലേടേ എന്ന് ചോദിക്കാനുള്ള മനസ്സ് മമ്മൂട്ടിക്കുണ്ട്. അതുപോലെ നവാഗതരെ കണ്ടെത്തുന്നതിലും തിരിച്ചറിയുന്നതിലും അദ്ദേഹത്തിനുള്ള മിടുക്കും പ്രസിദ്ധമാണ്. മമ്മൂട്ടിയെ നായകനാക്കി സിനിമയെടുത്ത് വിജയിച്ച ചില ചലച്ചിത്രകാരന്മാർ പറഞ്ഞു കേട്ട അനുഭവ കഥയുണ്ട്. അവർ ആദ്യം സമീപിച്ചത് മറ്റൊരു നായക നടനെയായിരുന്നു. റിസ്ക് എടുക്കാൻ ഭയമുള്ള നായകൻ ഒരു നവാഗതനെയും 7 അയലത്ത് അടുപ്പിക്കില്ല. നല്ല കഥകളുമായി ഡേറ്റ് ചോദിച്ച് ചെല്ലുന്നവരുടെ കഥ കേൾക്കാൻ പോലും അവസരം കൊടുക്കില്ല. പലരോടും അവരുടെ പതിവ് പല്ലവിയുണ്ട്: നിങ്ങൾ ആദ്യം ഒരു ചെറിയ ഹീറോയെ വെച്ച് ഹിറ്റ് ഉണ്ടാക്കിയിട്ട് വാ, പിന്നെ നിങ്ങളുടെ ആവശ്യം എന്താണ്, ആ വഴിക്കങ്ങ് പോയാൽ പോരെ എന്ന് തിരിച്ചു ചോദിക്കാൻ തൻ്റെ ഇടം കാണിച്ച യുവാവുമുണ്ട്. എന്നാൽ മമ്മൂട്ടിയെ തേടിപ്പോയ ആർക്കും നിരാശപ്പെടേണ്ടി വരില്ല. സ്റ്റഫുള്ളവർക്ക് കൈ കൊടുത്ത് ഒപ്പം കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിന് തെല്ലും മടിയില്ലെന്ന് മാത്രമല്ല, അത്തരക്കാരെക്കുറിച്ച് മറ്റുള്ളവരോട് വാചാലനാകുന്ന പതിവുമുണ്ട്. സംവിധായകനാകാൻ കാഴ്ചയുടെ കഥയുമായി ചെന്ന ബ്ലെസ്സിക്ക് മമ്മൂട്ടി കഥ കേട്ട മാത്രയിൽ തന്നെ ഡേറ്റ് നൽകി. തിരക്കഥയ്ക്കായി അന്നത്തെ പല പ്രമുഖരെയും ബ്ലെസ്സി സമീപിച്ചെങ്കിലും യാഥാർത്ഥ്യമായില്ല. ഇനി എന്ത് എന്ന അനിശ്ചിതത്വത്തിൽ നിൽക്കുമ്പോൾ മമ്മൂട്ടി പറഞ്ഞു, തിരക്കഥ നീ തന്നെ എഴുത്. അക്കാര്യത്തിൽ തീരെ ആത്മവിശ്വാസമില്ലാതിരുന്ന ബ്ലെസ്സി തൻ്റെ ആശങ്ക തുറന്നു പറഞ്ഞു. കഥയുടെ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും നിന്റെ മനസ്സിലുണ്ട്. നീ എന്നോട് കഥ പറഞ്ഞ രീതിയിൽ അങ്ങ് എഴുതിയാൽ മതി. രണ്ടും കൽപ്പിച്ച് ഏതാനും സീനുകൾ എഴുതിയ ബ്ലെസ്സി അത് മമ്മൂട്ടിയെ കൊണ്ടുവന്ന് കാണിച്ചു. വായിച്ച മധുരയിൽ അദ്ദേഹം ഗ്രീൻ സിഗ്നൽ കാണിച്ചു. അന്നും ഇന്നും തൻ്റെ സിനിമകളുടെ കഥകൾ കേൾക്കുന്നത് മമ്മൂട്ടി നേരിട്ടാണ്. അതിൽ നിന്ന് ശരിയെന്ന് തോന്നുന്നത് അദ്ദേഹം തിരഞ്ഞെടുക്കും. മറ്റുള്ളവരുടെ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കില്ല. തൻ്റെ തീരുമാനം തെറ്റായാലും ശരിയായാലും നിലപാടുകളിൽ മാറ്റമില്ലാത്ത വ്യക്തിത്വമുള്ള മനുഷ്യനാണ് മമ്മൂട്ടി. പല നായകന്മാരും ആദ്യം തൻ്റെ സുഹൃത്തുക്കളോടും മാനേജർമാരോടും വീട്ടിലെ കുക്കിനോട് വരെ കഥ പറയാൻ ആവശ്യപ്പെടും. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നായകൻ കഥ കേൾക്കും. മാസിൻ്റെ പൾസ് അറിയാനാണ് ഇതെന്നാണ് ഈ നായകന്മാരുടെ ഭാഷ്യം. അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ സിനിമകൾ നിരവധിയുണ്ട് മലയാളത്തിൽ. 30-ലേറെ നവാഗത സംവിധായകർക്ക് അവസരം നൽകിയ മമ്മൂട്ടിയാണ് ലോഹിതദാസിനെയും ലാൽ ജോസിനെയും ബ്ലെസ്സിയെയും വൈശാഖിനെയുമെല്ലാം സിനിമയിലേക്ക് കൈപിടിച്ച് നടത്തിയത്. കലൂർ ഡെന്നീസിൻ്റെ മകൻ ഡിനു മമ്മൂട്ടിയെ സമീപിക്കുന്നത് തിരക്കഥാകൃത്താകാനുള്ള മോഹവുമായാണ്. തിരക്കഥ വായിച്ചു കേട്ട മമ്മൂട്ടി ഇതാര് സംവിധാനം ചെയ്യും എന്ന് ചോദിച്ചു. ഡിനു പലരുടെയും പേരുകൾ പറഞ്ഞു. എന്നാൽ ഇത് സംവിധാനം ചെയ്യേണ്ടത് അവരാരുമല്ല, ഡിനു തന്നെയാണെന്ന് മമ്മൂട്ടി. ഷൂട്ടിംഗ് പോലും നേരെ ചൊവ്വേ കണ്ടിട്ടില്ലാത്ത ഡിനുവിന് ഇക്കാര്യത്തിൽ തീരെ ആത്മവിശ്വാസമുണ്ടായിരുന്നില്ല. ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച ഡിനുവിനോട് മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ നോക്കാം. ഈ സ്ക്രിപ്റ്റ് ഈ ലെവലിൽ കൺസീവ് ചെയ്ത നിനക്ക് സംവിധാനം ചെയ്യാനും സാധിക്കും. തുടക്കക്കാരനെ വിശ്വസിച്ച് വൻ ബജറ്റുള്ള പടം ഏറ്റെടുക്കാൻ പല നിർമ്മാതാക്കളും തയ്യാറായില്ല. വർഷങ്ങൾ കടന്നുപോയിട്ടും മമ്മൂട്ടിക്ക് ഡിനുവിലുള്ള വിശ്വാസം നഷ്ടമായില്ല. ഒടുവിൽ നിർമ്മാതാവ് വന്ന് ഷൂട്ടിംഗ് ആരംഭിച്ചു. പിന്നീട് നടന്ന ഒരു പത്രസമ്മേളനത്തിൽ മമ്മൂട്ടി പറഞ്ഞു, അന്ന് ഞാൻ ധൈര്യം കൊടുത്തെങ്കിലും യാതൊരു പരിചയവുമില്ലാത്ത ഈ പയ്യൻ എങ്ങനെ പടം ചെയ്യുമെന്ന ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഡിനു എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ലാപ്ടോപ്പിൽ സ്റ്റോറി ബോർഡൊക്കെ തയ്യാറാക്കി വ്യക്തമായ പ്ലാനിങ്ങോടെയാണ് അയാൾ സെറ്റിൽ വന്നത്. പരിചയസമ്പന്നരെ പോലെ ഓരോ ഷോട്ടും ഡിനു ചിത്രീകരിച്ചു. അതാണ് മമ്മൂട്ടി. ആരും കാണാത്തത് കാണുന്നു, ആരും ഏറ്റെടുക്കാത്തത് സധൈര്യം ഏറ്റെടുക്കുന്നു. സെറ്റിൽ നന്നായി പണിയെടുക്കുന്ന സെൻസിബിളായ സഹസംവിധായകരെ കണ്ടാൽ മമ്മൂട്ടി അങ്ങോട്ട് കയറി ചോദിക്കും, സ്വന്തമായി പടമൊന്നും ചെയ്യേണ്ടടേ, നമുക്ക് പറ്റിയ കഥയുണ്ടെങ്കിൽ പറ. ഡസൻ കണക്കിന് ഓഫറുകളുമായി വലിയ സംവിധായകർ ക്യൂ നിൽക്കുന്ന മഹാനടനാണ് ഇത് ചോദിക്കുന്നത്. അതിന് പിന്നിലെ മനഃശാസ്ത്രം ലളിതമാണ്. 50-ലേറെ സിനിമകളെടുത്ത് പ്രതിഭ പറ്റിയ മുതിർന്ന സംവിധായകരെക്കാൾ ഒരു നടന് പ്രയോജനം ലഭിക്കുക യുവാക്കളുമായി സഹകരിക്കുമ്പോഴാണെന്ന് മമ്മൂട്ടിക്കറിയാം.
പുതിയ പ്രമേയങ്ങൾ, പുതിയ മേക്കിംഗ്, സിനിമയോടുള്ള അർപ്പണബോധം, ഇതെല്ലാം എങ്ങനെ സ്വന്തം കരിയറിൽ പ്രയോജനപ്പെടുത്താമെന്ന് അദ്ദേഹം കണക്കുകൂട്ടും. ഒപ്പം ഒരു അവസരത്തിനായി കഷ്ടപ്പെടുന്ന തുടക്കക്കാരന് കൈത്താങ്ങാവുകയും ചെയ്യും. ഈ ധീരതയ്ക്ക് കാലം നൽകിയ പ്രതിഫലമാണ് മമ്മൂട്ടി കണ്ടെത്തിയ മിക്കവാറും എല്ലാ സംവിധായകരും വലിയ നിലയിൽ എത്തിയെന്നത്. ദൃശ്യമാധ്യമ മേഖലയിലെ ഏത് ചെറിയ ചലനവും മമ്മൂട്ടിക്ക് കാണാപ്പാഠമാണ്. സിനിമയിൽ മാത്രമല്ല, ഒരു TV ചാനൽ പ്രോഗ്രാമിലോ എന്തിന് യൂട്യൂബിൽ റിലീസ് ചെയ്യുന്ന ഷോർട്ട് ഫിലിമിൽ പ്രത്യക്ഷപ്പെടുന്നവരെ പോലും മമ്മൂട്ടി ശ്രദ്ധിക്കും. അവരെക്കുറിച്ച് അന്വേഷിച്ചറിയും. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഏഷ്യാനെറ്റിലെ സിനിമാലയിൽ വന്ന ദിലീപിനെ മമ്മൂട്ടി അന്നേ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. പിൽക്കാലത്ത് ദിലീപ് ആദ്യ നായകനായ മാനത്തെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചതുപോലും മമ്മൂട്ടിയാണ്. അന്നത്തെ അവസ്ഥയിൽ ദിലീപ് നായകനാകാൻ കപ്പാസിറ്റിയുള്ള ഒരാളാണെന്ന് ആർക്കും ഉറപ്പില്ലായിരുന്നു. എന്നാൽ മമ്മൂട്ടി പറഞ്ഞാൽ പറഞ്ഞതാണെന്ന് ബോധ്യമുള്ള സംവിധായകൻ സുനിൽ ദിലീപിനെ മാനത്തെ കൊട്ടാരത്തിലേക്ക് കാസ്റ്റ് ചെയ്തു. സിനിമ വിജയമായെന്ന് മാത്രമല്ല, ദിലീപ് മലയാള സിനിമയിലെ നെടുംതൂണുകളിൽ ഒന്നായി മാറി. ഈ തരത്തിൽ കാലത്തിനു മുൻപേ ചില ഇടപെടലുകൾ നടത്താൻ കഴിയുന്നു എന്നതാണ് മമ്മൂട്ടിയെ വ്യത്യസ്തനാക്കുന്നത്. മോട്ടിവേഷണൽ സ്പീക്കർമാർ പലയിടങ്ങളിലും മെൻഷൻ ചെയ്യുന്ന വ്യക്തി കൂടിയാണ് മമ്മൂട്ടി. ഇന്നും ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളുടെ ആവേശത്തോടെയും ഉത്സാഹത്തോടെയുമാണ് മമ്മൂട്ടി സിനിമയെ നോക്കിക്കാണുന്നത്. തന്നെക്കുറിച്ച് ഒരു വാർത്ത വന്നാൽ ആ പ്രസിദ്ധീകരണം വാങ്ങാനായി അദ്ദേഹം ആളെ പറഞ്ഞയക്കുമെന്ന് ചില നിർമ്മാണ കാര്യദർശികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ സെറ്റിൽ ഷോട്ട് എടുത്ത ശേഷം മോണിറ്ററിന് മുന്നിൽ വന്നു നിന്ന് തൻ്റെ പെർഫോമൻസ് നിരീക്ഷിക്കുന്ന ശീലവുമുണ്ടത്രേ. അഭിനയത്തോടുള്ള അടങ്ങാത്ത ത്വരയാണ് മമ്മൂട്ടി എന്ന നടനെയും വ്യക്തിയെയും നയിക്കുന്നത്. സമകാലികരായ പല താരങ്ങളും രാഷ്ട്രീയ മോഹങ്ങളുമായി അലയുമ്പോൾ പലകുറി ഓഫറുകൾ തേടി വന്നിട്ടും അതിലൊന്നും തലയിടാതെ സിനിമയാണ് തനിക്കെല്ലാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറിയ നടനാണ് മമ്മൂട്ടി. സമീപകാലത്ത് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: സിനിമയില്ലെങ്കിൽ എൻ്റെ ശ്വാസം നിലയ്ക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നെ ഒരിക്കലും കൈവിടരുത്. അഭിനയത്തിന് ജാതിമത വേർതിരിവുകളോ കക്ഷി രാഷ്ട്രീയമോ ഇല്ലെന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട്. സമീപകാലത്ത് മണിയൻ പിള്ള രാജുവിൻ്റെ മകൻ നിരഞ്ജൻ നടത്തിയ ഒരു പരസ്യ പ്രസ്താവന നോക്കാം. എൻ്റെ അച്ഛനോട് മമ്മൂക്കയ്ക്ക് യാതൊരുവിധ കടപ്പാടുമില്ല. അച്ഛനെ സഹായിക്കേണ്ട ഒരു കാര്യവും അദ്ദേഹത്തിനില്ല. അവർ ഒരുമിച്ച് അധികം സിനിമകളിൽ അഭിനയിച്ചിട്ട് പോലുമില്ല. എന്നിട്ടും ഞങ്ങളുടെ കുടുംബം ചില പ്രതിസന്ധികൾ നേരിട്ട സന്ദർഭത്തിൽ സഹായിക്കാനുള്ള വലിയ മനസ്സ് അദ്ദേഹം കാണിച്ചു. സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ് അദ്ദേഹം ഞങ്ങളെ കാണുന്നത്. 3 ദേശീയ അവാർഡുകൾ, 9 സംസ്ഥാന അവാർഡ്, 15 ഫിലിം ഫെയർ അവാർഡ്, 11 ക്രിറ്റിക്സ് അവാർഡ്. പിന്നീട് 1998 പത്മശ്രീയും ലഭിച്ച മമ്മൂട്ടിക്ക് 4 നൂറ്റാണ്ടിന് ശേഷം പോലും പത്മഭൂഷൺ നൽകാൻ അധികൃതർ തയ്യാറായില്ല. അതിനു പിന്നിലെ കാരണങ്ങൾ എന്തെന്ന് ഇനിയും വ്യക്തമല്ല. പക്ഷേ മമ്മൂട്ടി അതിനെ ചൊല്ലി ഒരു പരാതിയും പറഞ്ഞു കേട്ടിട്ടില്ല. അഭിനയം ഒരു സബരിയായി കൊണ്ടു നടക്കുന്ന അദ്ദേഹത്തെ സംബന്ധിച്ച് തൻ്റെ കർമ്മമേഖല മാത്രമാണ് മുന്നിൽ. ജന്മനാ സുന്ദരനായ മമ്മൂട്ടി സൂര്യമാനസം എന്ന സിനിമയിൽ ഉന്തിയ പല്ലുകളും ഒട്ടിയ കവിളും മറ്റുമായി വിരൂപനായി പ്രത്യക്ഷപ്പെട്ടു. പൊന്തന്മാടയിൽ വിരൂപനും വൃദ്ധനുമായി വന്ന അദ്ദേഹം മൃഗയയിലും വിരൂപനായി വേഷമിട്ടു. ഭ്രമയുഗത്തിലെയും പുഴുവിലെയും വിധേയനിലെയും നെഗറ്റീവ് കഥാപാത്രങ്ങൾ ഏറ്റെടുക്കാനും മടിച്ചില്ല. താൻ എപ്പോഴും സൽഗുണസമ്പന്നരായിരിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്ന നായകന്മാർക്കിടയിലാണ് മമ്മൂട്ടി ഇങ്ങനെയൊരു സാഹസത്തിന് തയ്യാറാവുന്നത്. അഭിനയത്തോടുള്ള അദമ്യവും അത്യപൂർവവുമായ സ്നേഹമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. മമ്മൂട്ടി എന്ന വ്യക്തിയെ മറന്ന് കഥാപാത്രത്തിലേക്ക് എത്തിപ്പെടാനുള്ള മാനസികവും ശാരീരികവുമായ ഒരുക്കങ്ങൾ എന്നും മമ്മൂട്ടിയെ പ്രചോദിപ്പിച്ചിരുന്നു. വടക്കൻ പാട്ടും ചരിത്ര കഥാപാത്രങ്ങളും പോലീസ് വേഷങ്ങളും എക്സിക്യൂട്ടീവ് വേഷങ്ങളും മമ്മൂട്ടിയുടെ അത്ര മികവോടെ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച മറ്റൊരു നടനില്ല. ഒരു വടക്കൻ വീരഗാഥ, പഴശ്ശിരാജ, ന്യൂഡൽഹി, ആവനാഴി എന്നീ സിനിമകളിലെ മമ്മൂട്ടിയുടെ പ്രകടനം മലയാള സിനിമാ ചരിത്രത്തിൽ നിർണായക പ്രാധാന്യത്തോടെ എഴുതി ചേർക്കേണ്ട ഒന്നാണ്. മലയാളത്തിലെ ഒരു വലിയ നടൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയുണ്ട്. തീവ്ര വൈകാരിക സംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്ന സന്ദർഭങ്ങൾ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പലപ്പോഴും അദ്ദേഹത്തിന് കഴിയാറില്ല. പൊട്ടിക്കരയുന്നതും പൊട്ടിത്തകരുന്നതും നിസ്സഹായതയുടെ പാരമ്യതയുമൊക്കെ കഥാസന്ദർഭങ്ങളായി വരുമ്പോൾ നടൻ പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കും. അല്ലെങ്കിൽ കൈകൾ കൊണ്ട് മുഖം മറയ്ക്കും. അതുമല്ലെങ്കിൽ മുഖം കുനിച്ചു കളയും. പെട്ടെന്ന് നാം ഓർക്കുന്നത് ഭൂതക്കണ്ണാടിയിലെയും തനിയാവർത്തനത്തിലെയും അമരത്തിലെയും മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങളാണ്. ഭാവാഭിനയത്തിലെ സൂക്ഷ്മതയും കൃത്യതയും അത് പ്രേക്ഷകനെ സ്പർശിക്കുന്ന തലത്തിൽ വിന്യസിക്കാനുള്ള സിദ്ധിയും അദ്ദേഹത്തിനുണ്ട്. സിനിമയ്ക്ക് പിന്നിൽ അഭിനയിക്കാത്ത നടനാണ് മമ്മൂട്ടി.
കഥാപാത്രങ്ങളുടെ ബാധ കയറിയാൽ മറ്റൊരാളായി മാറുന്ന മമ്മൂട്ടി ക്യാമറ ഓഫ് ചെയ്തു കഴിഞ്ഞാൽ തനി പച്ച മനുഷ്യനാകും. ദേഷ്യപ്പെടുകയും പൊട്ടിത്തെറിക്കുകയും വാശി പിടിക്കുകയും പിണങ്ങുകയും വഴക്കിടുകയും ഒക്കെ ചെയ്യുന്ന മമ്മൂട്ടിയുടെ ഉള്ളകത്തെക്കുറിച്ച് നടൻ ക്യാപ്റ്റൻ രാജ് പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരുന്നു. എൻ്റെ മകൻ NIT-യിൽ നിന്ന് ഉന്നത ബിരുദം നേടിയ സന്ദർഭത്തിൽ എന്നേക്കാൾ ഉത്സാഹത്തോടെ സകലരെയും വിളിച്ചു പറഞ്ഞത് മമ്മൂട്ടിയാണ്. ആക്സിഡന്റിന് ശേഷം ഒരു വശം തളർന്നു കിടന്ന സന്ദർഭത്തിൽ ഞാൻ സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുന്നുവെന്ന് ആരോ പറഞ്ഞറിഞ്ഞ മമ്മൂട്ടി പലരോടും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തതായി എനിക്കറിയാം. അങ്ങനെ കുറേ പടങ്ങൾ എനിക്ക് കിട്ടി. പക്ഷെ ഒരിക്കലും മമ്മൂട്ടി താനാണ് അതിന് പിന്നിലെന്ന് ആരോടും പറഞ്ഞില്ല. താനൊരു പുണ്യാത്മാവാണെന്ന് മമ്മൂട്ടി ഭാവിക്കാറില്ല. അഭിമുഖങ്ങളിൽ അദ്ദേഹം തുറന്നു പറയാറുണ്ട്, മനുഷ്യ സഹജമായ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളുമുള്ള ഒരു പച്ച മനുഷ്യനാണ് ഞാൻ. ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും, പക്ഷേ അത് മനസ്സിൽ സൂക്ഷിക്കാറില്ല. ആരോടും പകയില്ല. ഇണക്കങ്ങളും പിണക്കങ്ങളും മമ്മൂട്ടിയെ സംബന്ധിച്ച് അതാത് സന്ദർഭങ്ങളുടെ ഉപോത്പന്നമാണ്. അനുഭവങ്ങൾ പാളിച്ചകൾക്ക് ശേഷം മമ്മൂട്ടി രണ്ടാമതായി മുഖം കാണിച്ച കാലചക്രം എന്ന സിനിമയിൽ ഒരു വള്ളക്കാരനായാണ് നസീർ അഭിനയിക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് പകരം വള്ളമൂന്നാൻ സംവിധായകൻ കണ്ടുപിടിച്ചത് അവസരം തേടി നടന്ന മമ്മൂട്ടി എന്ന യുവാവിനെയാണ്. നസീറിനെ പരിചയപ്പെടാൻ ചെന്ന മമ്മൂട്ടിയോട് അദ്ദേഹം ആദ്യം പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു: എനിക്ക് പകരം വന്ന ആളാണല്ലേ. ആ വാക്കുകൾ അന്വർത്ഥമായെന്ന് പിൽക്കാലത്ത് പലരും പറഞ്ഞു നടന്നു. വാസ്തവത്തിൽ അവർ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് കാര്യങ്ങൾ. 420 സിനിമകളിൽ അഭിനയിച്ച മമ്മൂട്ടിക്ക് ഒരിക്കലും 720 സിനിമകളിലൂടെ പ്രേം നസീർ സൃഷ്ടിച്ച റെക്കോർഡ് മറികടക്കാനായെന്ന് വരില്ല. എന്നാൽ നസീറിനെ പോലൊരാൾക്ക് സങ്കല്പിക്കാനാവാത്ത വിധം അഭിനയകലയുടെ അവസാന വാക്കുകളിലൊന്നായി മമ്മൂട്ടി വളർന്നു. അഭിനയ ചക്രവർത്തി എന്നറിയപ്പെട്ട സത്യന്റെ സിംഹാസനത്തിനുടമയെന്നും ചിലർ മമ്മൂട്ടിയെ വിശേഷിപ്പിക്കുകയുണ്ടായി. ഇത്തരം ആലങ്കാരികതകൾക്കപ്പുറമാണ് മമ്മൂട്ടി. അദ്ദേഹം മറ്റാർക്കും സ്പർശിക്കാനാവാത്ത വിധം തൻ്റേതായ ഒരു സിംഹാസനം പണിതിട്ട് അതിൽ ഉപവിഷ്ടനായ മഹാനടൻ തന്നെയാണ്. എത്ര വലിയ നടനും താരവും തങ്ങളുടെ 60കളിൽ പ്രഭാവം മങ്ങി 70കളിൽ വിശ്രമജീവിതം നയിക്കുകയോ അച്ഛൻ വേഷങ്ങളിൽ ഒതുങ്ങുകയോ ചെയ്യുന്നത് കാണാം. ഇന്നും മോസ്റ്റ് വാണ്ടഡ് നായകനായി കാലത്തിനു മുൻപേ സഞ്ചരിക്കുന്ന സിനിമകളും കഥാപാത്രങ്ങളുമായി മമ്മൂട്ടി മുന്നേറുകയാണ്. കാലം അദ്ദേഹത്തെ സംബന്ധിച്ച് കേവലം ഒരു നമ്പർ മാത്രമാണ്. മനസ്സിലും ശരീരത്തിലും ചിന്തകളിലും യുവത്വം സൂക്ഷിക്കുന്ന മമ്മൂട്ടി തന്നെയാണ് ഇന്നും മലയാള സിനിമയിലെ യൂത്ത് ഐക്കൺ. വർഷങ്ങൾക്ക് മുൻപ് ഒരു സിനിമാ വാരികയിൽ വന്ന പരസ്യം ഇതാണ്: PI മുഹമ്മദ് കുട്ടി, വയസ്സ് 25, അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, പുതുമുഖങ്ങളെ തേടുന്നവർ ബന്ധപ്പെടുക. അവസരങ്ങൾക്കായി പരസ്യം നൽകി പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ പുതുമുഖ നടൻ്റെ അതേ മനസ്സാണ് അരനൂറ്റാണ്ടിനിപ്പുറവും മമ്മൂട്ടിക്ക്. ആരും പ്രതീക്ഷിക്കാത്ത കഥാപാത്രങ്ങളിലൂടെ വന്ന് മലയാളികളെ ഞെട്ടിക്കാൻ ഇനിയും ഒരുപാട് വർഷങ്ങൾ മമ്മൂട്ടിക്ക് കഴിയട്ടെ എന്ന് ഈ ജന്മദിനത്തിൽ നമുക്ക് ആശംസിക്കാം.